കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും മികച്ച പോളിംഗ് തന്നെയാണ്. 55% മുകളിലേക്ക് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാവുന്നു, വെയിൽ താഴുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെത്തും, പോളിംഗ് ശതമാനം ഉയരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ഈസ്റ്റ് നടക്കാവ് UP സ്കൂളിലാണ്. ഇവിടെ നമുക്കിപ്പം ഒരു നവദമ്പതികളുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായിട്ടുള്ള രേഖയും ഒപ്പം തന്നെ ഭർത്താവ് കൂത്തുപറമ്പ് സ്വദേശിയായിട്ടുള്ള ശ്രീജിലുമാണ്. അപ്പോൾ കണ്ണൂരിലുള്ള ചടങ്ങുകളൊക്കെ പൂർത്തീകരിച്ച ശേഷമാണ് നവദമ്പതികൾ ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയല്ലേ? അതെ, വോട്ട് ചെയ്ത് കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് നമ്മുടെ സ്കൂളിലേക്ക് വന്ന് വോട്ടുകൾ രേഖപ്പെടുത്തി തിരിച്ചു പോകും. വീട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ ആദ്യം തിരിച്ച് കണ്ണൂരേക്ക് തന്നെയാണ് പോകുന്നത്. വോട്ട് ചെയ്യാനായി കോഴിക്കോടേക്ക് വന്നതാണ്. ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. സ്വാഭാവികമായും അതിൻ്റെതായ ഒരു ഊർജ്ജസ്വലതയോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം എത്രത്തോളം പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ളത്. ജനാധിപത്യ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് ഈ ഇലക്ഷനെ അതിൻ്റെ ഗൗരവത്തോട് കണ്ടുകൊണ്ട് തന്നെ കല്യാണ ചടങ്ങ് പോലും ലഘുവായി കഴിഞ്ഞ് നേരെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും കൂടി വന്നത്. ഭർത്താവ് ശ്രീജിൽ കണ്ണൂരിൽ നിന്നാണ്. അദ്ദേഹം ഈ ഒരു ഭാഗമാകുക, അതായത് ഭാര്യയുടെ ഈ ആവശ്യപ്രകാരം ആണ് ഇങ്ങോട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഞാൻ രാവിലെ 7 മണിക്ക് പോയിട്ട് വോട്ട് ചെയ്ത് അതിനുശേഷമാണ് കല്യാണ ചടങ്ങിലേക്ക് ചേർന്നത്. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു.